Dear students, welcome back to Botany class. Chapter 2 Sexual Reproduction in Flowering Plants ന്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് പാർട്ട് 1 and 2 കണ്ട് ഒന്ന് കണ്ടിന്യൂഷൻ ഉറപ്പുവരുത്താം. ഓക്കെ, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഒരു പ്ലാന്റ് ഒരു ഫ്ലവർ എങ്ങനെയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാമെന്നാണ്. സോ ഒരു ഫ്ലവറിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണ്? ആൻഡ്രീഷ്യം. സോ യു ക്യാൻ സീ ദ ആൻഡ്രീഷ്യം ഹിയർ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണ്? ഗൈനീഷ്യം. ദാറ്റ് ഈസ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഈസ് stamen. ഇറ്റ് കണ്ടെയ്ൻ ഫിലമെന്റ് ആൻഡ് anther helps to produce pollen grain. Pollen grain contain male gamete. അല്ലേ? And on this side, gynecium is the female reproductive part, ovule is there, and we discussed many processes, and finally embryo sac is formed. Embryo sac in agathana female gamete. Ini ee male gametum female gametum fuse cheyanam. Adinu vendi help cheyyuna process aanu pollination. Next നമ്മൾ പഠിക്കാൻ പോകുന്നത് പോളിനേഷനെ പറ്റിയാണ്. ഇതാണ് സ്റ്റാമൻ. സ്റ്റാമനിൽ ഫിലമെന്റും ആന്തറും കാണാം. ആന്തറിനകത്ത് വെച്ചാണ് പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുക. ഈ പോളൻ ഗ്രെയിൻസ് നെക്സ്റ്റ് ലൈൻ ഓഫ് ഡൈസെൻസിൽ കൂടെ മൂവ് ചെയ്ത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം? സ്റ്റിഗ്മയിലേക്ക് മൂവ് ചെയ്താൽ പോളിനേഷൻ നടന്നെന്ന് പറയാം. ഈ പോളിനേഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഏജൻസ് ഉണ്ട്. അത് നെക്സ്റ്റ് ഈ ടോപ്പിക് കഴിഞ്ഞ ശേഷം ഡിസ്കസ് ചെയ്യാം. സോ പോളിനേഷൻ മീൻസ് ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ഫീമെയിൽ ഫ്ലവർ. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ്. ആൻഡ് ദെർ ആർ 2 ടൈപ്സ് ഓഫ് പോളിനേഷൻ, സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ. സെൽഫ് പോളിനേഷനിൽ വരുന്ന 2 ടൈപ്പ് പോളിനേഷൻ ആണ് ഓട്ടോഗാമി ആൻഡ് ഗീറ്റനോഗാമി. ക്രോസ് പോളിനേഷനിൽ വരുന്ന ടൈപ്പ് ഓഫ് പോളിനേഷൻ ആണ് സീനോഗാമി. ഇനി എന്താണ് ഓട്ടോഗാമി, ഗീറ്റനോഗാമി ആൻഡ് സീനോഗാമി എന്ന് പഠിക്കാം. ഈസിയായി മനസ്സിലാക്കാൻ വേണ്ടി വരച്ചൊരു ഇലസ്ട്രേഷൻ ആണ് ഇത്. ഓക്കെ, 2 പ്ലാന്റ്സ് കാണാം. ഇതാണ് ഫസ്റ്റ് പ്ലാന്റ്. ഫസ്റ്റ് പ്ലാന്റിൽ 2 ഫ്ലവർ കാണാം. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് പ്ലാന്റ്. സോ എങ്ങനെയാണ് പോളിനേഷൻ നടക്കുന്നതെന്ന് ഈ ഒരു ഇലസ്ട്രേഷൻ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ദർ ആർ 3 ടൈപ്സ് ഓഫ് പോളിനേഷൻ: ഓട്ടോഗാമി, ഗീറ്റനോഗാമി ആൻഡ് സീനോഗാമി. ഇതിൽ ഓട്ടോഗാമി ആൻഡ് ഗീറ്റനോഗാമി ഈസ് കമ്മിങ് അണ്ടർ self pollination and xenogamy is coming under cross pollination. So first one, autogamy. Autogamy means the transfer of pollen grains from the anther to the stigma of the same flower. സെയിം ഫ്ലവറിൽ നടക്കുന്ന പോളിനേഷൻ ആണ് ഓട്ടോഗമി. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയുള്ള ഫ്ലവർ ആയിരിക്കണം? മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉള്ള ഫ്ലവർ ആണെങ്കിലാണ് ഓട്ടോഗമി നടക്കുക. ബട്ട് അങ്ങനെയുള്ള ഫ്ലവേഴ്സ് 2 ടൈപ്പ് ഉണ്ട്: കാസ്മോഗാമസ് ഫ്ലവർ ആൻഡ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ. കാസ്മോഗാമസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആന്തർ ആൻഡ് സ്റ്റേമൻ എക്സ്പോസ്ഡ് ആയിരിക്കും. എക്സ്പോസ്ഡ് മീൻസ് ഓപ്പൺ ആയിരിക്കും. സോ ഇങ്ങനെയുള്ള ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്ക് വേറൊരു പ്ലാന്റിൽ നിന്നോ വേറൊരു ഫ്ലവറിൽ നിന്നോ ആന്തർ വന്ന് സ്റ്റിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, വിൻഡ് ഓർ വാട്ടർ ഓർ എനി അതർ പോളിനേറ്റിംഗ് ഏജന്റ് വഴി. അങ്ങനെയാണെങ്കിൽ കാസ്മോഗാമസ് ഫ്ലവറിൽ നടക്കുന്നത് ഓട്ടോഗമി ആണോ? നോ, റൈറ്റ്. ഓട്ടോഗമി മീൻസ് വാട്ട്? സെയിം ഫ്ലവർ ആയിരിക്കണം. സെയിം ഫ്ലവറിൽ നിന്നുള്ള ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് മൂവ് ചെയ്യണം. സോ ഹിയർ ഓട്ടോഗമി ഈസ് റെയർ. നെക്സ്റ്റ് വൺ, സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫ്ലവർ ഏതാണ്? ക്ലിസ്റ്റോഗാമസ് ഫ്ലവർ. ക്ലിസ്റ്റോഗാമസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ അതിന്റെ ആന്തർ ആൻഡ് സ്റ്റിഗ്മ ക്ലോസ്ഡ് ആയിരിക്കും. എക്സ്പോസ്ഡ് അല്ല, ക്ലോസ്ഡ് ആണ്. സോ വേറൊരു ഫ്ലവറിൽ നിന്നോ പ്ലാന്റിൽ നിന്നോ പോളൻ ഗ്രെയിൻസ് എൻറ്റർ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. സോ ക്ലിസ്റ്റോഗാമസ് ഫ്ലവേഴ്സിൽ നടക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഓട്ടോഗമിയാണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പോളിനേഷൻ ഈസ് ഗീറ്റനോഗമി. ഗീറ്റനോഗമി മീൻസ് സെയിം പ്ലാന്റ് ആയിരിക്കും, ഒരേ പ്ലാന്റ് ആയിരിക്കും, പക്ഷെ 2 ഫ്ലവർ ആയിരിക്കും. സോ വാട്ട് ഈസ് ഗീറ്റനോഗമി? ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ്. ഒരേ പ്ലാന്റിലുള്ള ഫ്ലവേഴ്സ് തമ്മിൽ നടക്കുന്ന പോളിനേഷൻ പ്രോസസ് ആണ് ഗീറ്റനോഗമി. സോ ബോത്ത് ദീസ് ഓട്ടോഗമി ആൻഡ് ഗീറ്റനോഗമി ആർ കമ്മിങ് അണ്ടർ സെൽഫ് പോളിനേഷൻ ടൈപ്പ്. നെക്സ്റ്റ് ടൈപ്പ് സീനോഗമി ആണ്. സീനോഗമി ഇൻവോൾവ്സ്
two different plants of the same species. It is the transfer of pollen grain from anther to the stigma of a different plant. വേറൊരു പ്ലാന്റിന്റെ സ്റ്റിഗ്മയിലേക്കാണ് ആന്തർ പോയി സ്റ്റിക്ക് ചെയ്യുക. സോ പോളിനേറ്റിംഗ് ഏജൻസ് ആർ നീഡഡ്. We discussed about pollination. For the pollination to occur, some agents are needed. Pollination സഹായിക്കുന്ന ഏജൻസ് വേണം. There are two types of agents, abiotic agents and biotic agents. എന്തൊക്കെയാണ് abiotic agents? Wind, water, biotic agents, animals ആണ്. Let us discuss all these in detail. First one, pollination with the help of wind. വിൻഡിന്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് പോളിനേഷൻ നടക്കുക? സോ മോർ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു പോളിനേഷൻ ആണ് പോളിനേഷൻ ബൈ വിൻഡ്. വിൻഡ് പോളിനേഷൻ നടക്കണമെങ്കിൽ പോളൻ ഗ്രെയിൻസിന് ചില ക്യാരക്ടേഴ്സ് വേണം. എങ്ങനെയുള്ള പോളൻ ഗ്രെയിൻസ് ആയിരിക്കണം? ദാറ്റ് ഈസ് ദേ ഷുഡ് ബി ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി. ലൈറ്റ് ആയിരിക്കണം, വെയ്റ്റ്ലെസ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആയിരിക്കണം. വിൻഡിൽ കൂടെ മൂവ് ചെയ്ത് പോകാനുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ് ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി പോളൻ ഗ്രെയിൻസ്. ഓക്കെ, ഇനി ഏത് ടൈപ്പ് സ്റ്റേമൻ ആൻഡ് സ്റ്റിഗ്മ ആയിരിക്കണം എന്ന് നോക്കാം. വെൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റേമൻ ആയിരിക്കണം. ഓപ്പൺ ആയിട്ടുള്ള സ്റ്റേമൻ ആണെങ്കിൽ മാത്രമേ പോളൻ ഗ്രെയിൻസ് പെട്ടെന്ന് വിൻഡ് കളക്ട് ചെയ്ത് പോവുള്ളൂ. ഇനി ലാർജ് ഫെദറി സ്റ്റിഗ്മ ആയിരിക്കണം. ഇങ്ങനെയുള്ള പ്ലാന്റ്സിന്റെ ഫ്ലവറിന്റെ സ്റ്റിഗ്മ ലാർജ് ആയിരിക്കണം, ഫെദറി ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ ഈസി ആയി പോളൻ ഗ്രെയിൻസിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദേ ക്യാൻ ഈസിലി ട്രാപ്പ് pollen grains that are coming through wind. ഇങ്ങനെയുള്ള വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ സിംഗിൾ ഓവ്യൂൾ ആയിരിക്കും. ഓരോ ഓവറിക്കകത്തും സിംഗിൾ ഓവ്യൂൾ ആയിരിക്കും. ഓൾസോ ഒരുപാട് ഫ്ലവേഴ്സ് പാക്ക് ചെയ്ത് ഒരു ഇൻഫ്ലോറസെൻസ് ഫോം ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് കോൺ. ഗ്രാസസിന്റെ കേസിൽ വിൻഡ് പോളിനേഷൻ ആണ് കോമൺ ആയിട്ടുള്ള പോളിനേഷൻ. സോ വിച്ച് ഓൾ ക്യാരക്ടേഴ്സ് ആർ നെസസറി ഫോർ എ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവർ? Light and non-sticky pollen grain, well-exposed stamen, large, often feathery stigma. Flowers are not colorful. Flowers do not produce nectar. Second type is pollination with the help of water. വാട്ടറിന്റെ സഹായത്തോടു കൂടി നടക്കുന്ന പോളിനേഷൻ. ഇത് റയർ ആയിട്ടാണ് കാണാം, ലിമിറ്റഡ് ആണ്. About 30% ജനറയിൽ മാത്രമേ വാട്ടർ പോളിനേഷൻ കാണുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് മോണോകോട്ട്. സോ നിങ്ങൾ വിചാരിക്കും ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് ഇതിൻ്റെയൊക്കെ കേസിൽ മെയിൽ ഗാമറ്റ് മൂവ് ചെയ്യുന്നത് വാട്ടറിൽ കൂടെയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് 30% ജനറയിൽ മാത്രം വാട്ടർ പോളിനേഷൻ കാണുന്നെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സം ബ്രയോഫൈറ്റ് ആൻഡ് ടെറിഡോഫൈറ്റ് ഈസ് ലിമിറ്റഡ് ബിക്കോസ് ഓഫ് ദിസ് നീഡ് ഫോർ വാട്ടർ. വാട്ടർ പോളിനേഷൻ നടക്കുന്ന പ്ലാന്റ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് വാലിസ്നേറിയ, ഹൈഡ്രില്ല ആൻഡ് സോസ്റ്ററ. ഈ 3 പ്ലാന്റ്സിലും നടക്കുന്നുള്ളത് വാട്ടർ പോളിനേഷൻ ആണ്. ബട്ട് എല്ലാ അക്വാറ്റിക് പ്ലാന്റ്സിലും വാട്ടർ പോളിനേഷൻ നടക്കുന്നില്ല. വാട്ടർ ഹയാസിന്ത്, വാട്ടർ ലില്ലി ഇവയൊക്കെ വെള്ളത്തിന്റെ മുകളിലേക്ക് ഉയർന്നു വരും. വിൻഡ് ഓർ ഇൻസെക്ട് ആണ് പോളിനേഷൻ നടത്തുക. ഈവൻ ദോ ദേ ആർ അക്വാറ്റിക് പ്ലാന്റ്സ്, വിൻഡ് ആൻഡ് ഇൻസെക്ട് ഹെൽപ് ദം ഇൻ പോളിനേഷൻ. That is, not all aquatic plants use water for pollination. In a majority of aquatic plants such as water hyacinth and water lily, the flower emerge above the level of water and are pollinated by insect or wind as in most of the land plants. ബട്ട് വാലിസ്നേറിയന്റെ കേസിൽ ഫീമെയിൽ ഫ്ലവർ അതിന്റെ ലോങ് സ്റ്റോക്കിന്റെ സഹായത്തോടു കൂടി വാട്ടറിന്റെ സർഫസിലെത്തും. മെയിൽ ഫ്ലവർ പോളൻ ഗ്രെയിന് വാട്ടറിലേക്ക് റിലീസ് ചെയ്യും. വാട്ടർ കറന്റ് പോളൻ ഗ്രെയിൻസിന് ഫീമെയിൽ ഫ്ലവറിന്റെ അടുത്തേക്കും പോളിനേഷൻ നടക്കും. That is, in the case of Vallisneria, female flower reach the surface of the water by long stalk and male flower or pollen grains are released onto the surface of the water. They are carried passively by water currents. Next example, seagrass. Seagrassന്റെ കേസിൽ ഫീമെയിൽ ഫ്ലവർ വാട്ടറിന്റെ അകത്ത് തന്നെ മുങ്ങിക്കിടക്കും. മെയിൽ ഫ്ലവർ പോളൻ ഗ്രെയിന് വാട്ടറിന്റെ അകത്തേക്കാണ് റിലീസ് ചെയ്യുക. പിന്നീട് പോളൻ ഗ്രെയിൻസ് ഫീമെയിൽ ഫ്ലവറിലേക്ക് എത്തും, പോളിനേഷൻ നടക്കും. ഇങ്ങനെയുള്ള കേസിൽ പോളൻ ഗ്രെയിൻസിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. എങ്ങനെയുള്ളതായിരിക്കണം? ലോങ് ആൻഡ് റിബൺ ലൈക്ക് ആയിരിക്കണം. ദാറ്റ് ഈസ് പോളൻ ഗ്രെയിൻസ് ഷുഡ് ബി ലോങ് ആൻഡ് റിബൺ ലൈക്ക്.
ഇനി ഇങ്ങനെയുള്ള വാട്ടർ പോളിനേറ്റഡ് സ്പീഷീസിലൊക്കെ പോളൻ ഗ്രെയിൻസിനെ കവർ ചെയ്തിട്ട് ഒരു മ്യൂസിലേജിനസ് കവറിങ് കാണാം. ഈ മ്യൂസിലേജിനസ് കവറിങ് പ്രൊട്ടക്ട് പോളൻ ഗ്രെയിൻ ഫ്രം വെറ്റിംഗ്. പോളൻ ഗ്രെയിൻസിനെ നനയാതെ സൂക്ഷിക്കുന്നത് മ്യൂസിലേജിനസ് കവറിങ് ആണ്. വിൻഡ് ആൻഡ് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ഒന്നും കളർഫുൾ ആയിരിക്കില്ല, നെക്ടാറും പ്രൊഡ്യൂസ് ചെയ്യില്ല. സോ വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ് ഓഫ് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ്? Pollen grains are long and ribbon-like. Pollen grains have a mucilaginous covering. Flowers are not very colorful. Flowers do not produce nectar. Next one is pollination with the help of animals. ഏതൊക്കെ animals ആണ് pollinating agents ആയി വർക്ക് ചെയ്യുന്നത്? They are bees, butterflies, flies, beetles, wasps, ant, moth, birds and bats are the common pollinating agents. Animals'il dominant ആയിട്ടുള്ള pollinating agents insect and bees ആണ്. And larger animals are also acting as pollinating agents. ഏതൊക്കെ animals ആണ്? Primates, arboreal rodents, reptiles ഇതൊക്കെയും pollinating agent ആയി വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കണം? ലാർജ് ആൻഡ് കളർഫുൾ ആയിരിക്കണം, ഫ്രാഗ്രന്റ് ആൻഡ് റിച്ച് ഇൻ നെക്ടർ, നല്ല സ്മെല്ലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കണം, അതിൽ ഒരുപാട് നെക്ടർ ഉണ്ടാവണം. ഓൾ ദീസ് ആർ ഫോർ അട്രാക്ടിങ് ദ പോളിനേറ്റിംഗ് ഏജൻസ്. പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ക്യാരക്ടേഴ്സ്. ഇനി ഫ്ലവർ സ്മോൾ ആണെങ്കിൽ തന്നെ ആ ഫ്ലവറൊക്കെയും ക്ലസ്റ്റർ ചെയ്ത് ഒരു ഇൻഫ്ലോറസെൻസ് പോലെ തോന്നിപ്പിക്കുന്നുണ്ട്. So all these are actually for attracting the pollinating agents. That is, animals are attracted to flowers by color or fragrance. The flowers pollinated by flies and beetles secrete foul odors to attract these animals. ഫ്ലൈസും ബീറ്റിലും പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവർ ഫൗൾ ആയിട്ടുള്ള ഒരു സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഫ്ലൈസിനും ബീറ്റിൽസിനും അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ആനിമൽ വിസിറ്റ് കണ്ടിന്യൂസ് ആയി തുടരാൻ വേണ്ടി പ്ലാന്റ്സ് പോളിനേറ്റിംഗ് ഏജൻസിന് റിവാർഡ് കൊടുക്കണം. പ്ലാന്റ്സ് കൊടുക്കുന്ന റിവാർഡ് എന്താണ്? നെക്ടർ ആൻഡ് പോളൻ ഗ്രെയിൻസ് ആണ് അല്ലെ. എപ്പോഴും വന്ന് പോളിനേഷനെ സഹായിക്കുന്നതിന് പകരമായിട്ട് പ്ലാന്റ്സ് കൊടുക്കുന്ന റിവാർഡാണ് നെക്ടർ ആൻഡ് പോളൻ ഗ്രെയിൻസ്. സോ ഇങ്ങനെ പോളിനേറ്റിംഗ് ഏജൻസ് ഫ്ലവറിന്റെ മേലെ വന്നിരുന്നാൽ അത് ഫ്ലവറിനും യൂസ്ഫുൾ ആണ്, പോളിനേറ്റിംഗ് ഏജൻസിനും യൂസ്ഫുൾ ആണ്. ഫ്ലവറിന് എന്താണ് യൂസ്ഫുൾ? ഫ്ലവറിന്റെ പോളിനേഷൻ നടക്കും, പോളിനേറ്റിംഗ് ഏജൻസിന് നെക്ടർ കിട്ടും. സോ പരസ്പരം സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേഷൻ ആണ് പോളിനേഷൻ. അനിമൽ പോളിനേറ്റഡ് ഫ്ലവേഴ്സിന്റെ പോളൻ ഗ്രെയിൻസ് സ്റ്റിക്കി ആയിരിക്കും. അതുകൊണ്ട് ഒരു അനിമൽ വന്ന് ഫ്ലവറിന്റെ മേലെ ഇരുന്നാൽ പോളൻ ഗ്രെയിൻസ് അനിമലിന്റെ ബോഡിയിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കും. ഇതേ അനിമൽ വേറൊരു ഫ്ലവറിൽ ഇരുന്നാൽ പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ചില സ്പീഷീസിലൊക്കെ പോളിനേറ്റിംഗ് അനിമൽസിന് എഗ്ഗ് ലേ ചെയ്യാൻ വേണ്ടി ഫ്ലവർ സ്പേസ് കൊടുക്കും. അങ്ങനെയും ഫ്ലവർ റിവാർഡ് കൊടുക്കുന്നുണ്ട്. എക്സാമ്പിൾ അമോർഫോഫാലസ് ഫ്ലവർ. ഇതുപോലൊരു റിലേഷൻ മോത്ത് ആൻഡ് യൂക്കാ പ്ലാന്റും തമ്മിലുണ്ട്. യൂക്കാ പ്ലാന്റിന്റെ ഫ്ലവർ മോത്തിന് എഗ്ഗ് ലേ ചെയ്യാനുള്ള സ്പേസ് കൊടുക്കും. അതിന് പകരമായിട്ട് മോത്ത് യൂക്കാ പ്ലാന്റിന്റെ പോളിനേഷന് സഹായിക്കും. മോത്ത് എഗ്ഗ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ഓവറിക്കകത്തുള്ള ലൊക്യൂളിലോ ഫ്ലവറിലോ ആയിരിക്കും. ഇനി ഫ്ലവറിൽ നിന്ന് സീഡ് ഫോം ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും എഗ്ഗ് ഹാച്ച് ചെയ്ത് ലാർവ പുറത്തേക്ക് വരും. What are the characters of animal pollinated flowers? Large and colorful flowers having fragrance and they have more amount of nectar and they will provide rewards like nectar and pollen grains and they have sticky pollen grains. മിക്ക ഫ്ലവറിംഗ് പ്ലാന്റ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവേഴ്സ് ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഒരേ ഫ്ലവറിൽ കണ്ടാൽ അതിനെ ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവേഴ്സ് എന്നാണ് പറയാം. അങ്ങനെ ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടായാൽ കൂടുതലായി നടക്കുന്ന ഏത് പോളിനേഷൻ ആയിരിക്കും? സെൽഫ് പോളിനേഷൻ ആയിരിക്കും അല്ലെ. അങ്ങനെ കണ്ടിന്യൂസ് ആയി സെൽഫ് പോളിനേഷൻ നടന്നാൽ അത് ഇൻബ്രീഡിംഗ് ഡിപ്രഷന് കാരണമാകും. ദാറ്റ് ഈസ് കോൾഡ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. കാരണം എന്നും ജനറ്റിക്കലി ഒരേപോലെയുള്ള ഫ്ലവർ ആയിരിക്കും ഫോം ചെയ്യുക. ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പ്ലാന്റ്സ് ഒരുപാട് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള മെത്തേഡ്സിനെയാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയാം. ദാറ്റ് ഈസ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് മീൻസ് they are the methods adopted by the plants to reduce continuous self-pollination. Self-pollination discourage ചെയ്യാനും ക്രോസ് പോളിനേഷൻ എൻകറേജ് ചെയ്യാനും പ്ലാന്റ്സ് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഡിവൈസ് ഓർ ഫസ്റ്റ് മെത്തേഡ്, പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി ആർ നോട്ട് സിങ്ക്രണൈസ്ഡ്. പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്യുന്നതും
സ്റ്റിഗ്മ അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടി റെഡി ആവുന്നതും ഒരേ സമയത്തായിരിക്കില്ല. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക? ഒന്നെങ്കിൽ പോളൻ ഗ്രെയിൻസ് മുമ്പേ തന്നെ റിലീസ് ചെയ്യും, ആ സമയത്ത് സ്റ്റിഗ്മ റിസീവ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കില്ല. അല്ലെങ്കിൽ സ്റ്റിഗ്മ റിസീവ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന സമയമായിരിക്കും, പക്ഷേ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു ഡിവൈസ് അഡോപ്റ്റ് ചെയ്താൽ പോളിനേഷൻ നടക്കില്ല. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിവൈസ്. പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി ആർ നോട്ട് സിങ്ക്രണൈസ്ഡ്. സെക്കൻഡ് മെത്തേഡ്, ദ ആന്തർ ആൻഡ് സ്റ്റിഗ്മ ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെന്റ് പൊസിഷൻസ്. ആന്തറും സ്റ്റിഗ്മയും ഡിഫറെന്റ് പൊസിഷൻസിലായിരിക്കും ഫ്ലവറിൽ കാണാം. അങ്ങനെയാണെങ്കിലും പോളിനേഷൻ ഈസിയായി നടക്കാൻ ചാൻസ് ഇല്ല. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഔട്ട്ബ്രീഡിംഗ് ഡിവൈസ് ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. തേർഡ് ഡിവൈസ് ആണ് സെൽഫ് ഇൻകംപാറ്റിബിലിറ്റി. ഇതൊരു ജനറ്റിക് മെക്കാനിസം ആണ്. സോ വാട്ട് ഈസ് സെൽഫ് ഇൻകംപാറ്റിബിലിറ്റി? എങ്ങനെയാണ് ഇത് പ്രിവെന്റ് ചെയ്യുക? ദാറ്റ് ഈസ് ബൈ ഇൻഹിബിറ്റിംഗ് പോളൻ ജെർമിനേഷൻ. പോളൻ ജെർമിനേഷൻ ഇൻഹിബിറ്റ് ചെയ്യും, പ്രിവെന്റ് ചെയ്യും. ആൻഡ് ഓൾസോ ഇൻഹിബിറ്റിംഗ് പോളൻ ട്യൂബ് ഗ്രോത്ത് ഇൻ പിസ്റ്റിൽ. പോളൻ ട്യൂബിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യും. പോളൻ ട്യൂബ് ഗ്രോ ചെയ്താൽ മാത്രമേ മെയിൽ ഗാമറ്റ് മൂവ് ചെയ്ത് ഫീമെയിൽ ഗാമറ്റിനടുത്ത് എത്തുള്ളൂ. സോ അത് പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് നോ ഫെർട്ടിലൈസേഷൻ. So that is the method self-incompatibility. And next method, production of unisexual flowers. Plants എങ്ങനെയുള്ള ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും? ഒന്നെങ്കിൽ മെയിൽ ഫ്ലവേഴ്സ് മാത്രം, അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രം. അങ്ങനെയാണെങ്കിൽ സെൽഫ് പോളിനേഷൻ നടക്കില്ലല്ലോ, ഓൺലി ക്രോസ് പോളിനേഷൻ, റൈറ്റ്? So that is the next method, production of unisexual flowers. For example, in the case of papaya, papaya has plants having male flower and plants having female flower. Okay, so which are the outbreeding devices? They are pollen release and stigma receptivity are not synchronized, anther and stigma are placed at different positions, self-incompatibility, and production of unisexual flowers.